നമസ്കാരം. പുതിയൊരു റീഡിങ്ങിലേക്ക് സ്വാഗതം. ഇന്നത്തെ റീഡിങ്ങിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. അതുപോലെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുമായി റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായി തോന്നുന്ന കാര്യങ്ങളെയും മാത്രം നിങ്ങൾ ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യുക. അല്ലാത്തവയെല്ലാം നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് മനസ്സിലോർക്കുക. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്നതാണ് നോക്കുന്നത്. 9 of Cups, Wheel of Fortune, 5 of Pentacles, Page of Wands, the Lovers, 10 of Swords, 8 of Wands, the Fool, Death, 6 of Wands. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഓവറോൾ എനർജി നോക്കുമ്പോൾ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്നുണ്ടാകും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു കംപ്ലീറ്റ് എൻഡിങ്ങിലേക്ക് വന്നു എന്നുള്ളത്. കാരണം ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ഒരു ഓൺ ആൻഡ് ഓഫ് ഒരു ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളിൽ നിന്ന് ഒരുപാട് ദൂരെ നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ്. കാരണം അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ട്രാവൽ ആവശ്യമായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ലോങ് ഡിസ്റ്റൻസും ആകാനുള്ള സാധ്യതയുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഇമോഷണലി അവൈലബിൾ ആകാത്ത ഒരു പേഴ്സൻ്റെ എനർജി അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളാണെങ്കിൽ ഇവിടെ ഫുൾ ഓഫ് ലവ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇങ്ങനെ സ്നേഹം നിറഞ്ഞു തുളുമ്പുന്ന ഒരവസ്ഥയാണ്. 9 of Cupsൻ്റെ എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പക്ഷേ റിലേഷൻഷിപ്പിൻ്റെ ഒരു എനർജി ഒരു മാറ്റം, ഒരു എൻഡിങ്ങിൽ ഡെത്ത് കാർഡും ഓൾസോ ഇവിടെ വന്നിട്ടുണ്ട്. അതിനുള്ള കാരണവും റിലേഷൻഷിപ്പ് ഒരു സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഒരു ആക്ഷനും എടുക്കുന്നില്ല, അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന റിലേഷൻ ആയിരുന്നു എന്നുണ്ടെങ്കിലും അതല്ല നിങ്ങൾക്കിടയിലൊരു പ്രോബ്ലംസ് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ കംപ്ലീറ്റ്ലി ഒരു എൻഡായി കിടക്കുന്ന ഒരു സൈലൻസിലേക്ക് മാറിപ്പോയ ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കാർമിക് പീരിയഡിൽ നിങ്ങളുടെ ബന്ധത്തിൽ ഇപ്പോൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിത് പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കണക്ഷനായിട്ടാണ് ഇവിടെ ഈ ലവേഴ്സ് കാർഡിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ഇതൊരു സോൾ കണക്ഷനാണ്. സോൾ കണക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ ഈ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾക്കുള്ള ഒരു കാർമിക് ക്ലിയറൻസിന് വേണ്ടി നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലേക്ക് ഈ ഒരു പേഴ്സൺ കടന്നു വന്നതായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോഴും അങ്ങനെയാണ്. നിങ്ങളുടെ കാർമിക് ക്ലിയറൻസ് നിങ്ങളുടെ ഏതെങ്കിലുമൊക്കെ ജന്മങ്ങളിലായിട്ടും അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ജന്മത്തിലെ തന്നെ എന്തെങ്കിലും ഒരു ആക്ഷനുള്ള റിയാക്ഷൻ ആയിട്ടാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു സെപ്പറേഷൻ എടുത്തിരിക്കേണ്ടത് എന്നുള്ള ഒരു മെസ്സേജാണ്. വളരെയധികം നിങ്ങൾ മെൻ്റലി വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട് താനും. അതായത് ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. അതായത് വളരെ ഭാരനായിട്ടുള്ള ഒരു മരുഭൂമി പോലെയുള്ള ഒരു ലാൻഡിൽ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ നിൽക്കുകയാണ്. പക്ഷെ എവിടെയോ ഒരു ഹോപ്പ്, നിങ്ങൾക്ക് ഇത് ശരിയാകും അല്ലെങ്കിൽ ഒരു പേഴ്സൺ തിരികെ വരും എന്നുള്ള ഒരു ഹോപ്പിൽ നിങ്ങൾ നിൽക്കുകയാണ്. അതിന് കാരണവും ഇത് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നുള്ളതാണ്. അത് ചിലപ്പോൾ നിങ്ങളുടെ സോളിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകാം, നിങ്ങളുടെ പേഴ്സണിൻ്റെ സോളിനും അത് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പം അങ്ങനെയുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പല രീതിയിലുണ്ട്. കാർമിക് കണക്ഷൻസ് ഉണ്ട്, സോൾമേറ്റ് കണക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള പല കണക്ഷൻസും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയാണെന്ന് ഒബ്സർവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ട്രിഗറുകൾ മാത്രം തന്നുകൊണ്ടിരിക്കുന്ന റിലേഷൻ ആണ് എന്നുണ്ടെങ്കിൽ അത് ഒരു കാർമിക് കണക്ഷൻ ആകാനായിരിക്കാം കൂടുതൽ സാധ്യത. അപ്പം അതിൽ ആ ഒരു ലൂപ്പ്, അതായത് ആൾ തിരിച്ചു വരും, കുറച്ച് നാൾ നല്ല രീതിയിൽ പോകും, വീണ്ടും ആൾ ഒരു ഡിസ്റ്റൻസ് എടുത്തിട്ട് പോകും. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കുറേ കർമാസ് ബാഗേജുകളെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ആ ഒരു പേഴ്സൻ്റെ സോള് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതാണ്. അപ്പം അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അവരോട് നിങ്ങൾ
ക്ഷമ ചോദിക്കുക. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഡയറക്റ്റ് ക്ഷമ ചോദിക്കുക എന്നുള്ളതല്ല, നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റുകൾ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച തെറ്റുകൾ ഉണ്ടാകും. അപ്പം അതിനെല്ലാം നമുക്ക് യൂണിവേഴ്സിലേക്ക് സറണ്ടർ ചെയ്ത് യൂണിവേഴ്സിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ആ ഒരു മെസ്സേജാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഈ ഒരു പ്രോബ്ലംസ് വന്നുകൊണ്ടേയിരിക്കുന്നത്. കറണ്ട് എനർജി നോക്കുമ്പോൾ അങ്ങനെയാണ് കാണുന്നത്. ഒരു എൻഡായി, അല്ലെങ്കിൽ ഒരു എല്ലാം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയി, അല്ലെങ്കിൽ ഈ ഒരു ബന്ധം ഇനി ഇല്ല എന്നുള്ള ഒരു എനർജിയിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. എന്നാൽ നിങ്ങൾ ആൾ തിരിച്ചു വരണമെന്നും അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത്, നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്ന് കണ്ടതുകൊണ്ട് പറയുകയാണ്. അപ്പം ആ ഒരു പേഴ്സൺ ഈ ഒരു ജന്മത്തിൽ നിങ്ങളോട് എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒരു റിയാക്ഷനാണ്. നമ്മൾ എന്തോ കാര്യം ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അവരത് ചെയ്യുന്നത്. അവരോട് ക്ഷമ ചോദിക്കുക. മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ സോളിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. യൂണിവേഴ്സിനോട് നമുക്ക് ക്ഷമ ചോദിക്കാം. ആൻഡ് എല്ലാത്തിനും, പഠിപ്പിച്ച എല്ലാ കാര്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അവിടെ നിന്ന് എന്തൊക്കെ പെയിൻ വന്നിട്ടുണ്ടോ അതൊക്കെ ഓരോരോ അനുഭവങ്ങളാണ്, ഓരോരോ പാഠങ്ങളാണ്. അതെല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് നമ്മളെ സ്വയം തിരുത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കും ആ റിലേഷൻ അതിൻ്റെ പാറ്റേൺ ബ്രേക്ക് ചെയ്തിട്ട് ഒരു നല്ല രീതിയിലേക്ക് മാറാനായിട്ട് പോകുന്നത്. അതാണ് ഈ ഒരു സ്പ്രെഡിൽ കറണ്ട് സിറ്റുവേഷൻ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കറണ്ട് സിറ്റുവേഷൻ എടുക്കുമ്പോൾ വരുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. King of Wands, the Sun, 5 of Wands, 7 of Wands, again Wheel of Fortune, Ace of Cups, 6 of Wands, Queen of Pentacles, the Emperor, 10 of Pentacles, 5 of Pentacles again, 10 of Wands, the Hanged Man, 2 of Wands, the Strength. ഇവിടെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആയിട്ട് വരുന്നത്, നിങ്ങൾക്ക് ഈ ഒരു റിലേഷനെ തിരികെ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തിക്കാൻ സാധിക്കും എന്നുള്ള ഒരു മെസ്സേജാണ്. അതിന് നിങ്ങൾ ഇവിടെ കുറച്ച് കോൺഫ്ലിക്റ്റിൻ്റെ കാർഡ് കൂടി കാണുന്നുണ്ട്. ഒരു ടൈം ലിമിറ്റ് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് വെയിറ്റിംഗ് എനർജി ഉണ്ടാകും എന്നുള്ള ഒരു മെസ്സേജാണ്. ഇവിടെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളെ തന്നെ ഒരു സ്ട്രെങ്ത്തിലേക്ക്, നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും, അവർ നിങ്ങളെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും, ഇതെല്ലാം നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന്, അഗെയിൻ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ പ്രസൻ്റ് ആയതുകൊണ്ട് ഇതൊരു കർമ്മിക് റിലേഷൻ ആണ് എന്ന് നമുക്ക് ക്ലിയർ ആണ്. അപ്പോൾ അവർ നിങ്ങൾക്ക് തരുന്ന പെയിൻ എല്ലാം നിങ്ങളുടെ ഒരു കാർമിക് ഡെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരോട് നമുക്ക് ക്ഷമ ചോദിച്ച് ആ ഒരു സോളിനെ ആ ഒരു ലൂപ്പിൽ നിന്ന്, അതായത് ആ ഒരു സോൾ കോൺട്രാക്റ്റിൽ നിന്ന് ബ്രേക്ക് ചെയ്യിപ്പിച്ച് നമ്മുടെ സോളിനെ അതിൽ നിന്ന് ഫ്രീ ആക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾ ആദ്യം ആക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളിപ്പോൾ പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെയും ദ്രോഹിക്കുന്നുണ്ടാവില്ല. പക്ഷെ ഒരുപാട് ബർത്തുകൾ എടുത്തു വരുന്ന ഒരു സോളാണ്. എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് ക്ഷമ തരണമേ എന്ന് പറയുക. അതാണ് നമുക്ക് ഈ ഒരു കാര്യത്തെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തിരികെ നേടാനായാലും അതിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായാലും ഉള്ള ഒരേ ഒരു മാർഗം
അതാണ്. അപ്പം ഇവിടെ ആ വ്യക്തി തീർച്ചയായിട്ടും തിരിച്ചു വരും എന്നുള്ള ഒരു ഗൈഡൻസ് ആണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ കൂട്ടുക. നിങ്ങളിപ്പോൾ കുറച്ച് നാളുകൾ ഒരു ഹാങ്ഡ്മാൻ്റെ എനർജി എന്ന് പറയുമ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറിപ്പോയിരിക്കുന്നുണ്ടാകും. അപ്പം അവരെ ചേസ് ചെയ്യാതെ അവരെ അവരുടെ ഫ്രീ ആക്കി വിടുക എന്നുള്ളതാണ്. അപ്പോൾ പിന്നാലെ നടന്ന് നമ്മൾ ബെഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവർക്ക് ഒരു പേഴ്സൻ്റെ വാല്യൂ മനസ്സിലാവില്ല. അതുപോലെ നിങ്ങൾ സ്വയം ഒരു അവയർനെസ്സിലേക്ക്, ഇതൊരു അവേക്കനിങ്ങിൻ്റെ കാർഡും കൂടെയാണ്. സ്പിരിച്വൽ ജേർണിയിലുള്ളവർക്കൊക്കെ കൂടുതലായിട്ട് കണക്റ്റഡ് ആവുന്ന ഒരു കാർഡാണ്. നമ്മുടെ അവേക്കനിങ് തുടങ്ങുന്നത് നമ്മുടെ ലൈഫിലുള്ള എല്ലാത്തിനെയും, ട്രോമാസിനെ ഒക്കെ ഹീൽ ചെയ്യുന്ന ഒരു സമയമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കാണുക എന്നുള്ള ഒരു മെസ്സേജാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒന്നിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന കാര്യങ്ങളിലേക്ക്, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയിലേക്ക് കൂടി ഫോക്കസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ ഉണ്ട്. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒത്തിരി കോൺഫ്ലിക്റ്റുകൾ നടക്കുന്നുണ്ടാകും. നിങ്ങൾക്ക് റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റാതെ, ഇതെന്താണ്, ഇതിൽ നിന്ന് പുറത്തു പോകാൻ സാധിക്കുന്നില്ല, പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കാർമിക് കോൺട്രാക്റ്റ് അവിടെ എൻഡ് ആകാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിനും സാധിക്കാത്തത്. അപ്പം അതിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഫൊർഗീവ്നെസ് കൊടുക്കുകയും ഫൊർഗീവ്നെസ് ചോദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ലൈഫ് ഇവിടെ ഒരു ഇന്നർ ചൈൽഡിൻ്റെ കാർഡും വന്നിട്ടുണ്ട്. നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ ചൈൽഡിൽ, അതെനിക്കിവിടെ പറയണമെന്ന് തോന്നി, ഇന്നർ ചൈൽഡ് വൂണ്ട്, ഫാദർ വൂണ്ടും ഇന്നർ ചൈൽഡ് വൂണ്ടും ഇവിടെ വളരെ ഈ ഒരു സൺ കാർഡിൽ ആൻഡ് ഈ എംപറർ കാർഡ് ഒരു ഫാദർ ഫിഗറാണ്. അപ്പം ഇവിടെ നിങ്ങൾക്കുള്ള പ്രോബ്ലം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ സോള് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത് രണ്ടുമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പം ഇന്നർ ചൈൽഡ് വൂണ്ടെന്ന് പറയുമ്പം ചെറുപ്പം തൊട്ടേ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞി ആ കുട്ടിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടാതെ വരുമ്പോൾ, അത് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതിലേക്ക് എത്താതെ വരുമ്പം അത് അവർ പാർട്ട്ണറിൽ നിന്ന് അന്വേഷിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെ ആ ഒരു പാർട്ട്ണറിൽ ടു മച്ച് അറ്റാച്ച്ഡ് ആയി പോകും. അതാണ് ഇന്നർ ചൈൽഡ് വൂണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇന്നർ ചൈൽഡ് വൂണ്ടിനെ നിങ്ങൾ ഹീൽ ചെയ്യുക. അതുപോലെ ഇവിടെ ഫാദർ ഫിഗർ ആയിട്ട് വന്നിട്ടുള്ളത് കൊണ്ട് ഫാദർ വൂണ്ടും നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് കൂടുതലായിട്ടും ആ ഒരു പേഴ്സണെ, അതായത് വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ചെയ്തെടുക്കുന്ന പാർട്ട്ണറും ഇങ്ങനെയുള്ള ഒരു നേച്ചറുള്ള പേഴ്സൺ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പം ഈ ഒരു 2 വൂൺസിനെ നിങ്ങൾ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ട് നിൽക്കുന്നത്. നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്ന പാറ്റേൺ അതാണ്. നിങ്ങൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് അട്രാക്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് മുറിവുകൾ തന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരുപാട് മുറിവുകളുണ്ട്. ആ മുറിവുകളെ തന്നെയാണ് നിങ്ങൾ വീണ്ടും വീണ്ടും അട്രാക്ട് ചെയ്യുക. അപ്പം ആ ഒരു പേഴ്സൺ അതേ ചെയ്യുള്ളൂ. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനെ രണ്ടിനെയും ഹീൽ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത്തിനെ വളരെയധികം കൂട്ടുക. നിങ്ങൾക്ക് അതിനുള്ള ക്യാപ്പബിലിറ്റി ഉണ്ട്. ഒരു ഇൻഫിനിറ്റി സിമ്പലൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം നിങ്ങളുടെ കഴിവുകളെന്ന് പറയുന്നത് ഒരിക്കലും ലിമിറ്റഡ് അല്ല. യൂണിവേഴ്സ് എല്ലാവർക്കും, ഒരാളോടും പക്ഷഭേദം കാണിക്കാതെ എല്ലാവർക്കും ഒരേപോലെയാണ് റിസോഴ്സുകളും എല്ലാവർക്കും ഒരുപോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്രയും ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് എല്ലാം ഉണ്ട്. അതിലേക്ക് എത്തുക എന്നുള്ള ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ ഹാങ്ഡ് മാൻ വന്നിരിക്കുന്നത് അതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെറുപ്പം തൊട്ടേ ക്യാരി ചെയ്ത് കൊണ്ടുവന്ന ട്രോമാസിനെ ഒബ്സർവ് ചെയ്യുക. അതിന് പതിയെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം നിങ്ങൾ തന്നെ ഏറ്റവും ഒരു നല്ല വേർഷനിലേക്ക്, ഒരു ബെറ്റർ വേർഷനിലേക്ക് നിങ്ങൾക്ക് എത്തും. ആൻഡ് ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ കാർഡിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇവിടെ ഒരു കപ്പുണ്ട്. ഈ കപ്പെന്ന് പറയുന്നത് നമുക്ക് നമ്മളെ തന്നെ ആയിട്ട് ഇമാജിൻ ചെയ്യാം. ഡിവൈൻ ലവ് ആ കപ്പിൽ വന്ന് നിറഞ്ഞിട്ട് ആ കപ്പ് ഓവർഫ്ലോ ചെയ്ത് പോകുന്നതാണ് ആ ഒരു പിക്ചർ. അതായത് ഡിവൈൻ്റെ ലവ് നമ്മുടെ ഉള്ളിലേക്ക്, നിങ്ങളുടെ ഉള്ളിലേക്കൊക്കെ വരുമ്പോൾ അതിനെ ഓവർഫ്ലോ ചെയ്ത് മറ്റുള്ളവരിലേക്ക്, വേൾഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് റെസ്പോൺസിബിലിറ്റി. അതായത് ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു സോളിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈറ്റിനെ അല്ലെങ്കിൽ ലവിനെ സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു അൺകണ്ടീഷണൽ ലവിലേക്ക് നിങ്ങൾ മാറുക. നിങ്ങളുടെ പേഴ്സണെ
കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ആ പേഴ്സണോടുള്ള വിദ്വേഷം, ദേഷ്യങ്ങളും ഒക്കെ നിങ്ങൾ ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. കാരണം എത്ര വിദ്വേഷമാണെങ്കിലും എത്ര ദേഷ്യത്തിലാണെങ്കിലും അവിടെ ബിഹേവ് ചെയ്യുന്നത് അത് നിങ്ങളിലേക്ക് തന്നെയാണ് വീണ്ടും വീണ്ടും തിരിച്ചു വരിക. ആ ഒരു ദേഷ്യം നിങ്ങൾക്ക് തന്നെ റിഫ്ലക്റ്റ് ചെയ്ത് വരികയേ ചെയ്യുള്ളൂ. നമ്മൾ എന്താണോ പുറത്തേക്ക് കൊടുക്കുന്നത്, നമ്മുടെ വാക്കുകളായിക്കോട്ടെ, നമ്മുടെ ചിന്തകളായിക്കോട്ടെ, നമ്മുടെ പ്രവർത്തികളായിക്കോട്ടെ, ഏത് കാര്യവും അത് അവരെന്ത് ചെയ്തു ഏത് ചെയ്തില്ല എന്നൊന്നും നോക്കണ്ട. അവരും യൂണിവേഴ്സും തമ്മിലായിക്കോട്ടെ ഡയറക്റ്റ് ഇടപാട് എന്നുള്ള രീതിയിൽ നടത്തി കൊടുക്കുക. നിങ്ങൾ അതിൽ നിന്ന് വിഡ്രോ ചെയ്യുക. അങ്ങനെയാണ് വേണ്ടത്. എന്ത് ചെയ്താലും അതിനുള്ള ഉത്തരവാദിത്വം ഡിവൈൻ ഏറ്റെടുത്തോളും. അപ്പം ആ ഒരു രീതിയിൽ കാര്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ച് സ്വയം ഹീൽ ചെയ്യുക. ഇതെല്ലാം ഒരു സെൽഫ് ജേർണിയാണ്, സോളിൻ്റെ ജേർണിയാണ്. അപ്പം അതിൽ കൂടെ വരുന്ന ആളുകൾ കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ചില ആളുകൾ നമ്മൾ ലൈഫ് ലോങ് ഉണ്ടാവും. അപ്പം ഒരാളെയും നമുക്ക് നമ്മുടെ ലൈഫിൽ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കില്ല. പകരം നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കുകളെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ ഡിവൈനായിട്ട് തന്നെ ആ ഒരു പേഴ്സണിന് മാറ്റങ്ങൾ വരുത്തി ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എനർജിയുമായിട്ട് മാച്ചിങ് ആവുന്ന ഒരു നല്ല സോളിനെ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തിത്തരും. ഇങ്ങനെയാണ് നടക്കുക. അപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ ഹീൽ ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിലോ ഒരു ലൈഫിലോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ചെയ്തു പോയ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ യൂണിവേഴ്സിനോട് മാപ്പ് ചോദിക്കുക. ആൻഡ് നിങ്ങൾക്ക് തന്ന എല്ലാ ബ്ലെസ്സിങ്സിനും ഒരു കുഞ്ഞു കാര്യങ്ങൾക്ക് പോലും, വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിനെല്ലാം ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എപ്പോഴും ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെയും ഒരു ഫോർഗീവ്നെസ്സിൻ്റെയും എനർജിയിലിരിക്കുന്നതാണ് നമുക്ക് യൂണിവേഴ്സുമായിട്ട് അലൈൻഡ് ആകാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു മാർഗം. ഒരു സാധാരണ മനുഷ്യന് കൂടുതൽ ടൈം മെഡിറ്റേഷൻ ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റിക്കണമെന്നില്ല. അപ്പം എപ്പോഴും നമുക്ക് കിട്ടുന്ന എല്ലാ കാര്യത്തിലും ഒരു ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഒരു നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടിയെങ്കിൽ അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ആ ഒരു ശീലം വളർത്തിക്കൊണ്ടുവന്ന്, അതുപോലെ നമ്മളടുത്ത് ആരെന്ത് ചെയ്താലും ഒരു അകലം പാലിച്ച് അവർക്ക് ക്ഷമ കൊടുക്കുക. അവരോട് ക്ഷമിക്കാൻ നമുക്ക് പറ്റും, മറന്നു കളയാനല്ല. അതൊരു ലെസണായിട്ട് ജീവിതത്തിൽ എടുക്കുക. അങ്ങനെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇതാണ് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വന്ന മെസ്സേജ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല രീതിയിലേക്ക് മാറും, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർ, നിങ്ങളുടെ പേഴ്സൺ തന്നെ ആ ഒരു രീതിയിലേക്ക് മാറി വരും. ഒന്നെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണറിനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ആ ഒരു മെസ്സേജ്, ഈ ഒരു സ്പ്രെഡിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ്. അപ്പം നിങ്ങൾ സ്വയം ഹീൽ ചെയ്യുക, സ്വയം നിങ്ങളുടെ മുറിവുകളെ ഉണക്കുക. മറ്റാരും നമ്മൾക്ക് ഹെൽപ്പുമായിട്ട് നമ്മളുടെ വേദനകളെ മാറ്റാനായിട്ട് ഒരാളും വരില്ല. അപ്പം ഈ ഒരു പേഴ്സൺ കുറച്ച് നാളത്തേക്ക് തിരിച്ചു വന്നാൽ പോലും, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തൊക്കെ തിരിച്ച് ആളെ നേടിയാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അദ്ദേഹം പോവും. അപ്പം അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരുക്കുക എന്നുള്ളതാണ്. ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ഇത്രയാണ് പറയാനുള്ളത്. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ആകാശിക് റെക്കോർഡ് റീഡിങ്, ഹീലിങ്ങുകൾക്കൊക്കെ ആയിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. എല്ലാവർക്കും ഒരുപാട് ബ്ലെസ്സിങ്സ്. താങ്ക് യു.